ഇല്ലാതിരുന്ന സമയത്ത് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഹെയർ പാക്കുകളിൽ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. ഞാൻ ഒരുപാട് ഹെയർ പാക്കുകൾ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഹെയർ പാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാത്തിനും പൊതുവായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ തിക്നെസ്സിനും മുടിയിലെ ഡ്രൈനെസ് എന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോവുക, മുടിയിൽ സ്പ്ലിറ്റൻസ് വരിക, മുടി ചീവുന്ന സമയത്ത് തന്നെ കട്ടായിട്ട് താഴെ വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ തലയിലെ താരൻ, ഇതെല്ലാത്തിനും നമുക്ക് പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിച്ച് പോവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ഞാനിവിടെ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ ഇലയും പൂവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി നമ്മുടെ ഹെയർ ഗ്രോത്തിന്, നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും കറിവേപ്പില നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ ഉലുവയാണ്. ഉലുവ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ തലയിലെ താരൻ ഇല്ലാതാക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഉലുവ സൂപ്പറാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കണത് നമ്മുടെ അലോവേരയാണ്. അലോവേര ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അലോവേര വളരെ നല്ലതാണ്. ഇനി ഞാൻ അവസാനമായിട്ട് 5-6 അല്ലി നമ്മുടെ ചുമന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളിയുടെ നീര് നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിലെ ചൊറിച്ചിലുണ്ടല്ലോ, ചൊറിച്ചിൽ, താരൻ, പേന്, ഇതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അതിലുപരി കുനുകുനാന്നുള്ള ബേബി ഹെയർ ഗ്രോത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ദി ബെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് വന്ന് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു തുണിയിൽ അരിച്ചെടുത്ത് വേണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അരിച്ചെടുക്കാതെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവട തരി, അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലയുടെ ആ ഒരു നാരൊക്കെ ഉണ്ടല്ലോ, നാരല്ല ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴും അത് ഫിൽറ്റർ ചെയ്തിട്ട് ഇതേപോലെ അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് ദി ബെസ്റ്റ്. നമ്മളിങ്ങനെ തുണി വെച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടല്ലോ നല്ല കുഴമ്പ് മാതിരി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതോടുകൂടി നമ്മൾ അവസാനിക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മുട്ട. നമ്മുടെ ഹെയർ പാക്കിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ആവശ്യമായ, നമ്മുടെ മുടിയുടെ ടോട്ടലി ഉള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ മുടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മുട്ട തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. മുട്ട അതല്ലെങ്കിൽ ചെറുപയർ, ഇത് രണ്ടുമാണ് നമ്മുടെ മുടിക്ക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിൽ ഞാൻ കൂടുതലും ചെറുപയർ അല്ല യൂസ് ചെയ്തിരിക്കണത്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്ക്. അത് ഇതിൽ കൂടെ തന്നെ എന്നില്ല, നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും മുട്ട യൂസ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. തൈരിൻ്റെ കൂടെ, അങ്ങനെ പലതിൻ്റെ കൂടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പൊതുവായിട്ട് നമുക്ക് എല്ലാത്തിനും ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇതിലേക്ക് ഞാനിപ്പോൾ മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. മുഴുവനായിട്ടുള്ള മുട്ട മുഴുവനായിട്ടും തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മുഴുവനായിട്ട് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ മഞ്ഞ കളഞ്ഞിട്ട് യെല്ലോ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള മുട്ട ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് എല്ലാത്തിനും പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ മാക്സിമം എല്ലാവരുടെ കയ്യിലും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇതിൽ 1-2 ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച്
നിങ്ങളിത് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തലയിൽ മുഴുവനായിട്ടും തന്നെ നിങ്ങളുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏത് ഹെയർ ഓയിൽ ആയിക്കോട്ടെ പ്രശ്നമില്ല, പക്ഷേ നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത്, വേണമെങ്കിൽ ഓവർനൈറ്റ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുത്ത് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു പാക്ക് ഇടുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുമ്പ് വേണം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മണിക്കൂർ സമയമില്ലാത്തവർ അരമണിക്കൂർ നേരമെങ്കിലും ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനാണ് നമ്മളിങ്ങനെ ഒരു വെള്ളം മാതിരി ലിക്വിഡായിട്ടുള്ള ആ ഒരു പരുവത്തിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുത്തത് തന്നെ അത് നമ്മുടെ സ്കാൽപ്പിലോട്ട്, നമ്മുടെ തലയോട്ടിയിലോട്ട് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തലയോട്ടി ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ അപ്ലൈ ആയി അല്ലെങ്കിൽ തലയോട്ടിയിൽ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇങ്ങനെ നമ്മുടെ മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ അത് നന്നായിട്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയാം നല്ല പോലെ തന്നെ തലയോട്ടിയിൽ എൻ്റെ ഹെയർ പാക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലും കൂടി അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, മുടിയിലെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി കട്ടിപ്പോവുക, മുടി കട്ടായി വീഴുക, പൊതുവായിട്ട് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നും കൂടി ആയതുകൊണ്ട് നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 20 മിനിറ്റിൽ കൂടുതൽ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഷാമ്പു ഉണ്ടല്ലോ, അതിൽ 1/4 ഭാഗം വളരെ കുറഞ്ഞു എന്നുള്ളൊരു ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മുടി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്ത് നമ്മൾ മുടി കഴുകിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മുടിയിൽ നല്ലൊരു ചേഞ്ച് എന്ന് വെച്ചാൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ തലയിലെ ചൊറിച്ചലും താരനും പേനും ഈരും ഒക്കെ മാറി, നിങ്ങളുടെ മുടി കൊഴിച്ചിലും മാറി, മുടി നന്നായിട്ട് വളരാനും ഉള്ളോടുകൂടി വളരാനും നിങ്ങളുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് മാറാനൊക്കെ പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലൈവായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എത്രമാത്രം ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ കാണുന്ന ഓരോരുത്തർ കാണുമ്പോൾ അവരുടേതായിട്ടുള്ള ചിന്തകളാണല്ലോ, എല്ലാവർക്കും ഒരേപോലെ ഇരിക്കില്ല. പക്ഷേ നിങ്ങളിത് ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ആഴ്ചയിൽ 1 തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക. സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 വട്ടോ 3 വട്ടോ, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. 3 വട്ടം വേണ്ട, ശരിക്കും പറഞ്ഞാൽ 2 വട്ടം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം. 1 തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടും ചോദിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ എന്തായാലും തന്നിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.